ഞരക്കം മാത്രം കേൾക്കുകയാണ്. നേരെ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു കടന്നു എന്ന് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരു മാതാവ്, ഒരു ഉമ്മ ഒരു കട്ടിലിൽ ഇങ്ങനെ കിടക്കുകയാണ്. പനനാര് കൊണ്ട് വരിഞ്ഞു കോർത്തൊരു കട്ടിലിൽ, പനനാര് കൊണ്ട് വരിഞ്ഞു കോർത്തൊരു കട്ടിലിൽ, പഴം കൊണ്ട് മൂടിയ ഉമ്മ രോഗമിലുണ്ടതിൽ. നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുവാൻ ആരുണ്ട്? അതിനുത്തരം എനിക്കെന്റെ സ്രഷ്ടാവുണ്ട്. രോഗത്തിലായി കിടപ്പായ നാൾ മുതൽക്കെന്നും വരും രാത്രിയിൽ ആരോ ഒരാൾ അടുത്തെന്നും കാഷ്ടിച്ച പാത്രമെടുത്തവർ മാറ്റുന്നതാ, ശുദ്ധീകരിച്ചത് പിന്നെയും വെക്കുന്നതാ. പൊതിയൊന്നഴിച്ചവർ ഭക്ഷണം നൽകുന്നതാ, സന്തോഷമുള്ള കലാമുകൾ പറയുന്നതാ. ഞാൻ രോഗിയായി കിടന്ന അന്ന് മുതൽ എന്റെ ചാരത്തൊരാള് ഖിദ്മത്തിന് വരാറുണ്ട്. ഞാൻ അയാളോട് ചോദിക്കും, നീ ആരാണ്? അന്നേരത്ത് പറയും, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ് ഉമ്മ. ഒരു അന്ധയായ മാതാവ്, കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു അന്ധയായ പ്രായമുള്ള വൃദ്ധയായ മാതാവ്, ആരുമാരും സംരക്ഷിക്കാനില്ലാതെ വീട്ടിന്റെ അകത്തളത്തിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞപ്പോൾ അവരുടെ കാഷ്ഠം വാരാൻ, അവരെ വൃത്തിയാക്കാൻ, അവരെ സംരക്ഷിക്കാൻ, അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കാൻ, അവർ കാഷ്ടിച്ചു വെച്ച പാത്രമെടുത്ത് മാറ്റി ശുദ്ധിയാക്കി വീണ്ടും വെച്ചു കൊടുക്കാൻ. ഈ രംഗമങ്ങ് കേട്ടപ്പോൾ സയ്യിദുനാ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു എന്ന ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ തന്നെ അന്വേഷണ വിഭാഗത്തിലെ ചീഫിന് കരച്ചിൽ വരികയാണ്. ഒരു കുഞ്ഞിനെ പോലെ തേങ്ങി തേങ്ങി കരയുകയാണ്. അറിവുണ്ടോ ഹേ ഉമ്മാതാരാണെന്ന്? അറിവുണ്ടോ ഹേ ഉമ്മ അതാരാണെന്ന്? കിസ്റാ പനിക്കും കൈസറും വിറയ്ക്കുന്നതാ, മലികുൽ മുഖൗഖിസ് കേട്ടുടൻ ഞെട്ടുന്നതാ. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ, ഭരണാധിപന്മാർക്ക് കുല്ലുമീമാമല്ലോ. ഈ രാജ്യം ഭരിക്കുന്ന 10 ലക്ഷം ചതുരശ്ര മൈൽ വിസ്താരമുള്ള വലിയ അറേബ്യൻ സാമ്രാജ്യത്തിന്റെ സുൽത്താനായ രാജാവായ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളാണ് തന്റെ കാഷ്ടമെടുത്ത് ശുദ്ധിയാക്കാൻ ഇവിടെ വരുന്നതെന്നറിഞ്ഞപ്പോൾ ആ ഉമ്മ ഹൃദയം പൊട്ടിയെങ്ങു മരിക്കുകയാണ്. സഹോദരാ, സ്വന്തം മാതാവ് കാഷ്ടിച്ചു കിടന്നാൽ എനിക്കെന്തൊരറപ്പാണ്. സ്വന്തം പിതാവ് മൂത്രിച്ചു കിടന്നാൽ എനിക്കെന്തൊരു വെറുപ്പാണ്. ഏതോ ഒരു മാതാവിന്റെ കാഷ്ടം ശുദ്ധിയാക്കാൻ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ എത്തുകയല്ലേ. മഹാനായ തഴവ ഉസ്താദ് വളരെ മനോഹരമായി ഈ സംഭവം ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നത് കാണാം. ഈ കഴിവില്ലടോ ഈ രീതിയിൽ മുളപ്പിക്കുവാനൊരു മണ്ണിനും, കഴിവില്ലടോ പ്രസവിക്കുവാനൊരു പെണ്ണിനും. ഈ രീതിയിൽ മുളപ്പിക്കുവാനൊരു മണ്ണിനും, കഴിവില്ലടോ പ്രസവിക്കുവാനൊരു പെണ്ണിനും. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ, ഭരണാധിപന്മാർക്ക് കൊല്ലുമീമാമല്ലോ. സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്.